ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകമായ പുതിയ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 2ാമത്തെ ചാപ്റ്ററാണ് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. നോക്കിക്കേ, നമുക്ക് ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് നോക്കാമേ. ഭക്തി പ്രസ്ഥാനം വന്നതും എങ്ങനെയാണ് വന്നതെന്നൊക്കെ നോക്കാം. ഭക്തി പ്രസ്ഥാനം പല കാലങ്ങളായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്നു. മധ്യകാല ഇന്ത്യയിൽ 6ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബുദ്ധജൈന മതങ്ങൾക്ക് നേരിട്ട തകർച്ചയും ഹിന്ദുമതത്തിലുണ്ടായ നവീകരണ പ്രവർത്തനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിന്റെ ആരംഭത്തിന് കാരണമായി. അപ്പോൾ ഭക്തി പ്രസ്ഥാനം എങ്ങനെയാ വരുന്നത്? ബുദ്ധജൈന മതങ്ങൾക്ക് നേരിട്ട തകർച്ചയും അതുപോലെ തന്നെ ഹിന്ദുമതത്തിലുണ്ടായ നവീകരണ പ്രവർത്തനങ്ങളും. 7ാം നൂറ്റാണ്ട് മുതൽ വൈഷ്ണവ ശൈവ ഭക്തിയിൽ അധിഷ്ഠിതമായ ചിന്താഗതികളാണ് ഉടലെടുത്തത്. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നുവെങ്കിലും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടതായിരുന്നു ആദ്യകാല ഭക്തി പ്രസ്ഥാനം. 10ാം നൂറ്റാണ്ട് മുതൽ മധ്യ ഇന്ത്യയിലും തുടർന്ന് ഉത്തരേന്ത്യയിലും ഭക്തി പ്രചാരകർ ജനങ്ങൾക്കിടയിൽ ആശയപ്രചരണങ്ങൾ നടത്തി. നോക്കിയേ, നമ്മൾ നോക്കുന്ന എന്താണ്? ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനമാണ്. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച് നോക്കുക. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അധിഷ്ഠിതമായിരുന്ന മതചിന്തകളിൽ നിന്നും വ്യത്യസ്തമായി വ്യക്തിപരമായി ദൈവത്തോടുള്ള സ്വയം സമർപ്പണം എന്ന നിലയിലാണ് ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം ഉടലെടുത്തത്. ദക്ഷിണേന്ത്യയിൽ എങ്ങനെയാണ്? വ്യക്തിപരമായി ദൈവത്തോടുള്ള സ്വയം സമർപ്പണം. ഇഷ്ടദൈവത്തോടുള്ള സ്വയം സമർപ്പണത്തിനായി ഭക്തകവികൾ ഉയർന്നു വരികയും അവരുടെ രചനകളിൽ ആകൃഷ്ടരായി ഭക്തരുടെ ഒരു സമൂഹം രൂപപ്പെടുകയും ചെയ്തു. ജാതി വ്യവസ്ഥ മൂലം സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടു നിന്നിരുന്ന ജനവിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ആരാധനയ്ക്ക് അവസരം ലഭിച്ചു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ജാതി വ്യവസ്ഥ മൂലം പഴയ കാലത്ത് ഒരു കൂട്ടം ജനവിഭാഗങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളും അവഗണിക്കപ്പെട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഭക്തി പ്രസ്ഥാനം വന്നപ്പോൾ ഒരു കൂട്ടം ജനവിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും എന്ത് കിട്ടി? ആരാധനയ്ക്ക് അവസരം കിട്ടി. പിന്നെന്താ പറയുന്നത്? സമത്വത്തിൽ അധിഷ്ഠിതമായതും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പങ്കാളിത്തം ലഭിക്കുന്നതുമായ കാഴ്ചപ്പാട് രൂപീകരിക്കാൻ ഇതിലൂടെ സാധിച്ചു. അപ്പോൾ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും ഒരേപോലെ പങ്കാളിത്തം ലഭിക്കുകയും ചെയ്തു. ഭക്തി പ്രസ്ഥാനത്തിന്റെ വരവോടെ സമത്വത്തിൽ അധിഷ്ഠിതമായതും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പങ്കാളിത്തം ലഭിക്കുന്നതുമായ കാഴ്ചപ്പാട് രൂപീകരിക്കാൻ ഭക്തി പ്രസ്ഥാനത്തിലൂടെ സാധിച്ചു. ഇനിയും കുലശേഖര ആഴ്വാർ. ദക്ഷിണേന്ത്യയിലെ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിലെ 12 ആഴ്വാർമാരിൽ പ്രമുഖനാണ് കുലശേഖര ആഴ്വാർ. 4000 ദിവ്യ പ്രബന്ധത്തിലെ പ്രധാന രചനകളിൽ ഒന്നായ പെരുമാൾ തിരുമൊഴി ഇദ്ദേഹത്തിന്റെ രചനയാണ്. ഏതാണ്? പെരുമാൾ തിരുമൊഴി കുലശേഖര ആഴ്വാറിൻ്റെതാണ്. നോക്കിക്കേ, കുലശേഖര ആഴ്വാറിന്റെ പെരുമാൾ തിരുമൊഴി എന്ന കവിതയിലെ ചില വരികളാണ് കൊടുത്തേക്കുന്നത്. തമിഴ് വരികളാണ്. നമുക്കിത് വായിച്ചു നോക്കാം. അതിന്റെ വിവർത്തനം നണ്ടിപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ. കോനേറി വാഴും കുറുകായ് പിറപ്പേനെ തിരുവേങ്കടച്ചുനായി മീനായി പിറക്കും വേങ്കടത്ത് ചെമ്പകമായി നിൽക്കും വേങ്കട മലൈമേൽ തമ്പഹമായി കോയിലിൽ വാസലിൽ പടിയായി കിടന്തും. എന്താ പറയുന്നേ? തിരുവേങ്കടമലയിൽ ഒരു പ്രാവായി, അവിടുത്തെ കുളത്തിൽ ഒരു മീനായി, ഒരു ചെമ്പകമായി, മലയിലെ തൂണായി, ക്ഷേത്രത്തിലെ ഒരു പടിയായി എങ്കിലും ജനിച്ചാൽ മതി. നോക്കിക്കേ, 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? അവരവരുടെ ജീവിതം പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക അല്ലേ. അപ്പോ തിരുവേങ്കട മലയിൽ ഒരു പ്രാവായിട്ട് ജനിച്ചാൽ മതി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവിടുത്തെ കുളത്തിൽ ഒരു മീനായിട്ട് ജനിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ചെമ്പകമായി, അല്ലെങ്കിൽ മലയിലെ തൂണായി, ക്ഷേത്രത്തിലെ ഒരു പടിയായിട്ടെങ്കിലും അവർക്ക് ജനിച്ചാൽ മതിയെന്നാണ് പറയുന്നത്. അവര് അത്രത്തോളം ദൈവത്തിന്റെ അടുത്തിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ അവര് അമ്പലത്തിന്റെയോ ദൈവത്തിന്റെയോ സന്നിധിയിൽ തന്നെ ഉണ്ടാവും. അതാണ് അവിടെ ആ ഒരു കവിതയിൽ പറയുന്നത്. ദൈവത്തിന് സമ്പൂർണമായ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ്? ദൈവത്തിന് സമ്പൂർണമായ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ
വിവേചനം സൃഷ്ടിച്ചിരുന്നു. സാമൂഹ്യ വിവേചനം നേരിട്ടിരുന്ന ജനവിഭാഗങ്ങൾ ഭക്തിപ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയവും ഉണ്ടായി. അപ്പോ ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയൊട്ടാകെ വ്യാപിച്ച രണ്ട് പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളായ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. ആരൊക്കെയാണ്? ആഴ്വാർമാർ എന്നറിയപ്പെടുന്ന വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെടുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ. ഏഴാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സവിശേഷതകളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നോക്കിക്കേ, ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം എന്തൊക്കെയാ സവിശേഷത? ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം, ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന, പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും. എന്നാലല്ലേ എല്ലാവർക്കും മനസ്സിലാവൂ. അപ്പോൾ അവരുടെ ആ ഭാഷയിൽ തന്നെയാണ് അവര് കീർത്തനങ്ങളെ രചിക്കുന്നതും ആലപിക്കുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചതും അതുപോലെ തന്നെ അവര് അതിലേക്ക് ഇറങ്ങിച്ചെന്നതും. ഓക്കെ, നമുക്ക് കവികളെ കുറിച്ചൊന്ന് നോക്കാം. ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെ കുറിച്ച്. വ്യക്തിപരമായ ഭക്തിക്ക് പ്രാധാന്യം നൽകിയിരുന്ന ജനകീയ സന്യാസിമാരുടെ ശൃംഖലയായിരുന്നു ആഴ്വാർമാരും നായനാർമാരും. ഓക്കെ, ദൈവവും ഭക്തനും തമ്മിലുള്ള സ്നേഹപൂർണമായ ഒരു ജീവൽബന്ധമായി അവർ മതത്തെ പ്രയോജനപ്പെടുത്തി. അവരുടെ ഇഷ്ടദൈവത്തെ പ്രകീർത്തിക്കുന്ന കീർത്തനങ്ങൾ ആലപിച്ചവർ ദേശസഞ്ചാരം നടത്തിയിരുന്നു. വിഷ്ണുഭക്തരായ ആഴ്വാർമാർ വ്യത്യസ്ത ജാതി വിഭാഗത്തിൽ നിന്നുള്ള 12 പേരായിരുന്നു. അപ്പോ വിഷ്ണുഭക്തരായ ആഴ്വാർമാര് എത്ര പേരുണ്ടായിരുന്നു? 12 പേരായിരുന്നു. 12 പേരെന്ന് പറയുന്നത് വ്യത്യസ്ത ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഇവരുടെ രചനകളായ 4000 ദിവ്യപ്രബന്ധം തമിഴ് വേദം എന്ന പേരിലും അറിയപ്പെടുന്നു. അവരുടെ രചന ഏതാണ്? 4000 ദിവ്യപ്രബന്ധം. അത് തമിഴ് വേദം എന്നും അറിയപ്പെടുന്നു. ഇനി നോക്കിക്കേ, നായനാർമാരിൽ എത്ര പേരുണ്ട്? 63 പേരുണ്ട്. 63 നായനാർമാരില് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഉൾപ്പെട്ടിരുന്നു. അപ്പോ നായനാർമാരിലെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. അവർ എത്ര പേരുണ്ടായിരുന്നു? 63 പേര് ഉണ്ടായിരുന്നു. ആഴ്വാർമാര് 12 പേരായിരുന്നു. അതിനകത്ത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവര് അതില് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ രചനകൾ ഏതാണ്? നായനാർമാരുടെ രചനകൾ ഏതാണ്? തിരുമുറൈകൾ. ഏതാണ്? തിരുമുറൈകൾ. ഇവയിൽ പ്രധാനപ്പെട്ടതാണ് തേവാരവും അതുപോലെ തന്നെ പെരിയ പുരാണം. ഓക്കെ, നോക്കിക്കേ, 1700 തമിഴ്നാട്ടിലെ ഒരു ശിവക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത തേവാരം എന്ന കൃതിയുടെ കയ്യെഴുത്താണ് ഇവിടെ കാണിച്ചേക്കുന്നത്. തമിഴ്നാട്ടിലാണ് ഭക്തിപ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. എവിടെയാണ്? തമിഴ്നാട്ടില്. ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. അപ്പോൾ പ്രാദേശിക ഭാഷയിലാണ് അവര് എന്തോ ചെയ്തത്? കവിതകൾ എഴുതുകയും അതോടൊപ്പം ആലപിക്കുകയും ചെയ്തത്. അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അവരിലേക്ക് അത് ആഴത്തില് പതിപ്പിക്കാന് കവികൾക്കും കഴിഞ്ഞു. അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തിപ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. നമ്മൾ കണ്ട കാര്യമാണ്. ഒന്നുകൂടെ നോക്കാം. ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യപ്രബന്ധമെന്നും നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു. ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. നോക്കിക്കേ, ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ, അവരെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരൊക്കെയായിരുന്നു? നമ്മൾ പഠിച്ചായിരുന്നു. വിഷ്ണുഭക്തരും
അതുപോലെ തന്നെ ശിവഭക്തരും അല്ലേ. വിഷ്ണു ഭക്തർ എന്ന് പറയുന്നത് എങ്ങനെ അറിയപ്പെട്ടത്? ആഴ്വാർമാരെന്നാണ്. അതുപോലെ തന്നെ ശിവഭക്തർ എങ്ങനെ അറിയപ്പെട്ടത്? നായനാർമാരെന്നാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു, വിഷ്ണു ഭക്തരായ ആഴ്വാർമാര് വ്യത്യസ്ത ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള 12 പേരായിരുന്നു എന്ന് പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ശിവഭക്തർ എങ്ങനെയാണ്? നായനാർമാര് 63 പേരുണ്ടായിരുന്നു. അവര് എങ്ങനെയുള്ളവരായിരുന്നു? സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട കവികൾ നോക്കിക്കേ. കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ഇത് വിഷ്ണു ഭക്തരിലെ പ്രധാന കവികളാണ്. അതുപോലെ തന്നെ ശിവഭക്തരിലെ പ്രധാന കവികൾ ആരൊക്കെയാണ്? കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. ഓക്കെ, ഭക്തി പ്രസ്ഥാനം ക്രമേണ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ വിവിധ പ്രദേശങ്ങളിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകരെ കുറിച്ച് നമുക്ക് നോക്കാം. ബസവണ്ണ, കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി. ബസവണ്ണ രൂപീകരിച്ച അനുഭവ മണ്ഡപം എന്ന ചർച്ചാവേദിയിൽ നടന്ന ഒരു ചർച്ചയുടെ ചിത്രീകരണമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ബസവണ്ണ അനുഭവ മണ്ഡപത്തിൽ ജനങ്ങളുമായി ചർച്ച നടത്തുന്നു. ചിത്രകാരന്റെ ഭാവനയിൽ നോക്കി, ഒരാൾ പറയുകയാണ്, ജന്മം കൊണ്ടും തൊഴിൽ കൊണ്ടും ആളുകളെ വേർതിരിക്കുന്നത് ശരിയാണോ എന്ന്. അതിന് അദ്ദേഹം മറുപടി കൊടുക്കുന്നത്, ജാതീയമായ വിവേചനങ്ങൾ സാമൂഹ്യ പുരോഗതിയെ തടയും. വേറൊരാൾ ചോദിച്ചേക്കുവാണ്, ശൈശവ വിവാഹം പെൺകുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും നശിപ്പിക്കില്ലേ? അതിന് അദ്ദേഹം മറുപടി പറയുന്നത്, സമൂഹ പുരോഗതിക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പ്രായപൂർത്തിയായ ശേഷം വിവാഹവും പ്രധാനമാണ്. വേറൊരാൾ ചോദിച്ചേക്കുന്നത്, അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്നവരെ മോചിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആത്മീയ പുരോഗതിയും സ്വതന്ത്ര ചിന്തയും നേടണമെങ്കിൽ യുക്തിബോധവും അനുഭവങ്ങളും പ്രധാനമാണ്. അനുഭവ മണ്ഡപം. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അല്ലമ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. ചർച്ചയിൽ ഉയർന്നുവന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു ബസവണ്ണ. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യ നീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങൾ ഏകോപിപ്പിച്ചത്. നോക്കിക്കേ, വചനങ്ങൾ എന്താന്ന് നോക്കിക്കേ. 12ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് ഏകമതവിശ്വാസം, മനുഷ്യ സമത്വം, നീതിനിഷ്ഠ, സ്ത്രീ സമത്വം എന്നീ തത്വങ്ങളിൽ അധിഷ്ഠിതമായി നിലവിൽ വന്ന പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. മതപ്രബോധകരും സാമൂഹിക പരിഷ്കർത്താക്കളുമായിരുന്ന വീരശൈവർ യാഥാസ്ഥിതിക മതത്തിന്റെ കാപട്യങ്ങൾക്കെതിരെ പോരാടി. കവിതാമയമായ ഗദ്യത്തിൽ ആവിഷ്കരിക്കപ്പെട്ട ഇവരുടെ സന്ദേശങ്ങൾ വചനങ്ങളെന്ന് അറിയപ്പെടുന്നു. അധ്വാനത്തിന്റെ മഹത്വം, മനുഷ്യന്റെ ആന്തരികമായ നന്മയും ശുദ്ധിയും, സ്ത്രീ സ്വാതന്ത്ര്യം, സർവസമത്വം എന്നിവയാണ് വചനങ്ങളിലെ മുഖ്യ പ്രമേയങ്ങൾ. ചിന്നബസവ, സിദ്ധരാമയ്യ എന്നിവരാണ് മറ്റ് വചന കവികൾ. നോക്കിക്കേ, വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇവിടെ കർണാടകയിലെ ബസവ കല്യാണിൽ സ്ഥാപിച്ചിരിക്കുന്ന ബസവണ്ണയുടെ പ്രതിമയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. മനുഷ്യ സ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കിക്കേ. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏത് ജാതിയിൽ പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ.
ദക്ഷിണേന്ത്യയിൽ രൂപം കൊണ്ട ഭക്തി പ്രസ്ഥാനം ക്രമേണ ഉത്തരേന്ത്യയിൽ എത്തിച്ചേർന്നത് 14-ാം നൂറ്റാണ്ടു മുതലാണെന്ന് പറയപ്പെടുന്നു. ഇക്കാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത വിശ്വാസങ്ങൾ ഉയർന്നു വന്നു. നിലവിലുള്ള വിശ്വാസത്തെ അംഗീകരിച്ചവരും യാഥാസ്ഥിതിക മതത്തെ എതിർത്തിരുന്നവരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു. അവരിൽ പ്രധാനികളായ കബീർ, മീരാഭായ്, ഗുരു നാനാക്ക് എന്നിവരെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിനെയും പരിചയപ്പെടുന്നത്. ഇവിടെ നോക്കിക്കേ, ആദ്യം നമ്മൾ നോക്കുന്നത് കബീറിനെ കുറിച്ചാണ്. കബീർ മാനവ മൈത്രിയുടെ പ്രചാരകൻ. ഇവിടെ തന്നിരിക്കുന്ന വരികൾ വായിച്ചു നോക്കാം. അള്ള, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകളുണ്ടനവധി. പൊന്നുരുക്കി പണിതതാം വളകൾ മോതിരങ്ങളും പൊന്നുതാനല്ലയോ. വൈചാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശ്, 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായിരുന്ന കബീർ എഴുതിയ വരികളാണ് ഇത്. ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നതിനാൽ കബീറിന്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു. കബീർ മാനവ മൈത്രിയുടെ പ്രചാരകൻ. മധ്യകാല ഭക്തി പ്രസ്ഥാനത്തിന്റെ ദാർശനിക കവിയും ഹിന്ദു മുസ്ലിം മൈത്രിയുടെ വക്താവുമായിരുന്നു കബീർ. എല്ലാവിധ വിഭാഗീയ ചിന്തകൾക്കുമപ്പുറം മാനവികതയെ ഉയർത്തിപ്പിടിച്ചു. നെയ്ത്തുജോലി ചെയ്ത് ഉപജീവനം നടത്തിയിരുന്ന ഇദ്ദേഹം ദേശസഞ്ചാരവും ചർച്ചകളും നടത്തി അറിവ് പുതുക്കിയിരുന്നു. ഭക്തി സൂഫി ആശയങ്ങളുടെ സമന്വയമായിരുന്നു കബീർ പ്രചരിപ്പിച്ചിരുന്നത്. കബീറിന്റെ രചനകൾ സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ആദി ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹ ആരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. ഭക്തി സൂഫി ആശയങ്ങൾ കബീറിന്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു. മതങ്ങളുടെ ബാഹ്യ ആരാധനാക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ശിഷ്യരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് അദ്ദേഹം നാടുകൾ തോറും നടന്നപ്പോഴുള്ള അനുഭവമാണ്. ഒരിക്കൽ ദുഃഖിതനായിരിക്കുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാര്യമന്വേഷിച്ചു. അയാൾ പറഞ്ഞു, കർമ്മഫലം അല്ലാതെന്തു പറയാൻ. വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു. പരിഹാരമായി മന്ത്രവാദം നടത്തണം. കബീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രോഗശാന്തിക്ക് മന്ത്രവാദമോ? മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല. ചികിത്സ കൊണ്ടേ രോഗം ഭേദമാകും. മറ്റൊരിക്കൽ കബീറിനും കൂട്ടുകാർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കുത്തുന്നവരും ഒക്കെയാണ്. തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. നോക്കിയേ, ഗുരു നാനാക്ക് സ്നേഹവും സാഹോദര്യവും. നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് ഗുരു നാനാക്കിനെ കുറിച്ചാണ്. കബീറിന്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിച്ച മഹാനായിരുന്നു ആര്? ഗുരു നാനാക്ക്. ഹിന്ദു മുസ്ലിം മതങ്ങളുടെ സാരാംശങ്ങളെ ഇദ്ദേഹം ക്രോഡീകരിച്ചിരുന്നു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും നടത്തിയ യാത്രകൾ ഉദാസി എന്ന് അറിയപ്പെടുന്നു. നോക്കിക്കേ, ഗുരു നാനാക്കും ഭായി മർദാനയും ഒരിക്കൽ സജ്ജൻ തഗിന്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി. അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ആർക്കാണ്? സജ്ജൻ തഗിന്. ഇത് മനസ്സിലാക്കിയ ഗുരു നാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഗുരു നാനാക്ക് തന്റെ രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളായ ഷബാദ് ആലപിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത്. പാട്ടിന്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തഗിന് തന്റെ തെറ്റ് മനസ്സിലായി. അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധമായി ജീവിക്കാനും ഗുരു നാനാക്ക് ഉപദേശിച്ചു. പിന്നീട് സജ്ജൻ സത്രത്തിലെത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇവിടെ ഗുരു നാനാക്കും ഭായി മർദാനയുടെ ചിത്രമാണ് കാണിച്ചേക്കുന്നത്.
15ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി ഗ്രാമത്തിലാണ് ഗുരു നാനാക്ക് ജനിച്ചത്. പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി എവിടെയാണിപ്പോൾ? പാകിസ്ഥാനിലാണ്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരു നാനാക്ക് ശ്രമിച്ചു. തന്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. മതങ്ങളുടെ നിരർത്ഥമായ അനുഷ്ഠാനങ്ങളെ ഗുരു നാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവവിശ്വാസം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലംഗാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. അമൃത്സറിലെ ബാബ അടൽ ഗുരുദ്വാരയിലെ ഗുരു നാനാക്കിന്റെ ചുമർചിത്രമാണ് കാണിച്ചേക്കുന്നത്. പഞ്ചാബിലെ അമൃത്സർ. കബീറിന്റെയും ഗുരുനാനാക്കിന്റെയും സാമൂഹ്യവും മതപരവുമായ പ്രവർത്തനങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിച്ചു. സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദിഗ്രന്ഥ, അതായത് ഗുരുഗ്രന്ഥ സാഹിബ്. ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദിഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. ഏകദൈവവിശ്വാസത്തിന്റെ പ്രാധാന്യം, ജാതിലിംഗ വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത എന്നിവ ഉൾച്ചേർത്തിട്ടുണ്ട്. ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങൾ ആദിഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഗുരു ഗ്രന്ഥ സാഹിബ് കയ്യെഴുത്ത് പ്രതി 1704 ഇ, അതായത് ആദിഗ്രന്ഥയിലെ ഭാഗമാണ് കാണിച്ചേക്കുന്നത്. ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം. മധ്യകാലഘട്ടത്തിലെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യത്തിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. ഭക്തിപ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തോടുകൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ തയ്യാറായി. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി. അവർ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായി രചിച്ച കൃഷ്ണഭജനുകൾ ഏറെ പ്രസിദ്ധമാണ്. നമ്മൾ ഹിന്ദിക്കകത്തൊക്കെ പഠിക്കുന്നുണ്ടല്ലേ മീരാബായിയെ കുറിച്ച്. അവർ ഭയങ്കര കൃഷ്ണഭക്തയായിരുന്നു. അവര് രചിച്ച ഭക്തിഗാനങ്ങള് ഭജനുകൾ എന്നാണ് അറിയപ്പെട്ടത്. അവര് കൃഷ്ണനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. കൃഷ്ണൻ തന്റെ ഭർത്താവാണെന്നാണ് അവര് പറഞ്ഞിരുന്നത്. അങ്ങനെ അവര് ദ്വാരകയില് കൃഷ്ണന്റെ വിഗ്രഹത്തിലേക്ക് ലയിച്ചെന്നാണ് കഥ. നമ്മൾ അതുപോലെ തന്നെ പഠിച്ചതാണ് കബീർദാസിന്റെ ദോഹകളൊക്കെ അല്ലേ. ഓക്കെ. തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്ത കവിത്രിമാരായിരുന്നു കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ. തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത്. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖരായിരുന്നു അക്ക മഹാദേവി. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. മഹാരാഷ്ട്രയിലെ ഭവനാഭായ്, സൊയ്റാബായ്, കാശ്മീരിലെ ലാൽദേദ തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ്. ഇവിടെ നോക്കിക്കേ, മീരാബായിയുടെ ചിത്രമാണ് കാണിച്ചേക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ കാൻഗ്ര പെയിന്റിംഗ് ആണ്. ഓക്കെ. ആദ്യം നോക്കുന്നത് കാരയ്ക്കൽ അമ്മയാറാണ്. എന്താ പറയുന്നത്? ശൈവഭക്തരിൽ പ്രമുഖയായിരുന്നു കാരയ്ക്കൽ അമ്മയാർ. ആദ്യകാല തമിഴ് ഭക്തി സാഹിത്യത്തിൽ രചനകൾ നടത്തിയിരുന്നു. ആണ്ടാൾ വൈഷ്ണവ ഭക്ത പ്രസ്ഥാനത്തിലെ പ്രമുഖ കവയിത്രിയായിരുന്നു ആണ്ടാൾ. അക്ക മഹാദേവി 12ാം ശതകത്തിലെ കന്നഡ കവയിത്രിയായിരുന്നു. വീരശൈവ സംഘത്തിലെ പ്രായം കുറഞ്ഞ അംഗമായിട്ടും ഭക്തിയിൽ മുതിർന്നവളായി മാറി, അതായത് അക്ക. വചന സാഹിത്യത്തിലെ ഉത്കൃഷ്ട രചനകളാണ് ഇവരുടേത്. ലാൽദേദ് കാശ്മീരിൽ 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലാൽദേദ് കാശ്മീരി ഭാഷയിൽ കവിതകൾ എഴുതിയിരുന്നു. വ്യക്തികളുടെ ശുദ്ധമായ മനസ്സും സ്വഭാവവും പ്രധാനമാണെന്ന് ഉദ്ബോധിപ്പിച്ചു. ജാതി, മതം, വംശം, വർഗവിഭാഗങ്ങൾക്ക് അതീതമായിരുന്നു ലല്ലാഭായ് എന്ന ലാൽദേദ്. ഇനിയും മീരാബായ്. 16ാം ശതകത്തിന്റെ ആദ്യ പകുതിയിൽ വടക്കേ ഇന്ത്യയിൽ കൃഷ്ണഗീതികൾക്ക് പ്രാമുഖ്യം കിട്ടിയത് മീരാബായിലൂടെയാണ്. നമ്മൾ കബീർദാസും സൂർദാസും തുളസീദാസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ കബീർ, സൂർദാസ്, തുളസീദാസ്
മാലിക് മുഹമ്മദ് ജയ്സി തുടങ്ങിയവർ മീരാബായിയുടെ സമകാലികർ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇനിയും സൊയ്റാബായി മഹാരാഷ്ട്രയിലെ മഹർ വിഭാഗത്തിലെ കവയിത്രിയാണ്. അടുത്തത് ഭവിനാബായ് മഹാരാഷ്ട്രയിൽ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്ത കവയിത്രിയാണ്. നമ്മൾ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഫലങ്ങളാണ് നോക്കുന്നത്. നമ്മൾ ഭക്തിപ്രസ്ഥാനം പഠിച്ചു കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മളിനി നോക്കുന്നത് സൂഫി പ്രസ്ഥാനമാണ്. അപ്പോൾ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഇഷ്ടദൈവത്തോടുള്ള അടിയുറച്ച ഭക്തിയിൽ അധിഷ്ഠിതമായിട്ടാണ് ഭക്തിപ്രസ്ഥാനം ആരംഭിച്ചതെങ്കിലും കാലക്രമത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച് ജാതി വ്യവസ്ഥയും അടിച്ചമർത്തലിനും എതിരെ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ദൈവത്തിന്റെ മുന്നിൽ ഉയർന്നവനും താഴ്ന്നവനുമില്ലെന്ന്, എല്ലാവരും സമന്മാരാണെന്നും ഉദ്ഘോഷിച്ചുകൊണ്ട് പുരോഹിത മേധാവിത്വത്തിനെതിരെ ചിന്തിക്കാൻ ജനങ്ങളെ ഭക്തിപ്രസ്ഥാനം പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. നോക്കിയേ, സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തിപ്രസ്ഥാനം രൂപം കൊണ്ടത്. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തിപ്രസ്ഥാനത്തിന് സാധിച്ചു. ഭക്തിപ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാ? അവിടെ ഒരു വിഭാഗം ജനങ്ങളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുമായിരുന്നു അല്ലേ? അമ്പലങ്ങളിൽ കയറാനോ ദൈവത്തെ ആരാധിക്കാനോ ഒന്നും അനുവദിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു സ്ത്രീകൾക്കും അല്ലേ? അപ്പോൾ ഇവര് ജാതി വ്യവസ്ഥയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു. തൽഫലമായി സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അങ്ങനെ സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടുകയാണ്. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. നമ്മളത് കണ്ടായിരുന്നല്ലേ? അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തിലേക്ക് ചിന്തിക്കുകയും ചെയ്യുകയാണ്. അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രത്യേകതകളാണ്. അപ്പോൾ സമൂഹത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ഭക്തിപ്രസ്ഥാനത്തിന് സാധിച്ചു. ഓക്കെ, നമുക്കിനിയും സൂഫി പ്രസ്ഥാനം നോക്കാം. നോക്കിക്കേ, സൂഫി പ്രസ്ഥാനം മധ്യേഷ്യയിൽ 8-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമായിരുന്നു സൂഫിസം. സൂഫിസം മധ്യേഷ്യയിൽ ഏത് നൂറ്റാണ്ടിലാണ് വന്നത്? 8-ാം നൂറ്റാണ്ടിൽ. ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമായിരുന്നു സൂഫിസം. 12-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ഇന്ത്യയിൽ എത്തിയപ്പോഴാണ് 12-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ എത്തിയത്. ഏകദൈവ വിശ്വാസവും അധികാരത്തിനും സമ്പത്തിനും എതിരെയുള്ള കാഴ്ചപ്പാട് സൂഫികൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസവും അധികാരത്തിനും സമ്പത്തിനും എതിരെയുള്ള കാഴ്ചപ്പാടാണ് സൂഫികൾക്ക് ഉണ്ടായിരുന്നത്. ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് സുൽത്താൻ അറിയാം. എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയയോട് പറഞ്ഞു. ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി. ഗൻഹാഗിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാനാകാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നു അല്ലേ? ഖുസ്രു മറുപടി പറഞ്ഞു, രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ. പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു. മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തന്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു. അപ്പോ എന്താ ഇവിടെ പറയുന്നത്? സൂഫി വര്യന്മാർ അധികാര സ്ഥാനങ്ങളിൽ അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. സൂഫി വര്യന്മാർ ആധ്യാത്മിക ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. സൂഫിസം എന്ന് പറഞ്ഞാൽ എന്താ? സൂഫിസം എന്ന പദം ഉണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നോ അതുപോലെ തന്നെ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. അതിനുള്ള ഒരു വഴി ഭക്തി ഗാനാലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി. സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. നമ്മൾ നോക്കിയ ചില പോയിന്റൊക്കെ ഇതിനകത്തുണ്ട്, നോക്കാമേ. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം,
ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. 12-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്രാവർദി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. സൂഫി ഗുരുവിനെ പീർ, ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നും വിളിച്ചിരുന്നു. സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്ന ഖാൻഖാഹുകൾ അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഖവ്വാലികൾ. സൽത്തനത്ത്, മുഗൾ കാലഘട്ടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. നോക്കിക്കേ, ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. സൂഫി വര്യന്മാർ പ്രദേശങ്ങൾ: ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രാവർദി, സിൽഹറ്റ്; ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, ഡൽഹി; ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി, അജ്മീർ. നോക്കിക്കേ, പ്രാദേശിക ഭാഷകളുടെ വളർച്ച. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിനു വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണം നടത്തിയത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു. കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യകൃതികളും ഉണ്ടായി. പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. കബീറിന്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകി. നോക്കിക്കേ, പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായ പ്രധാന സാഹിത്യ കൃതികളും രചയിതാക്കളും. തമിഴ് കൃതി നോക്കിക്കേ, 4000 ദിവ്യപ്രബന്ധം ആരാണ്? ആഴ്വാർമാരുടെ. തിരുമുറൈകൾ ആരുടെയാണ്? നായനാർമാരുടെ. കന്നഡ വചനങ്ങൾ ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. തെലുങ്ക് മഹാഭാരത വിവർത്തനം നന്നയ്യ തിക്കണ്ണ യരപ്രഗത. ബംഗാളി ഗീതാ ഗോവിന്ദം ജയദേവൻ. ഹിന്ദി പത്മാവത് മാലിക് മുഹമ്മദ് ജയ്സി. മലയാളം ജ്ഞാനപ്പാനാരുടെയാണ്? പൂന്താനത്തിന്റെയാണ്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെയാണ്. മുഹീദ്ദീൻ മാല ഗാസി മുഹമ്മദിന്റെയാണ്. നോക്കിക്കേ, ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം എത്രത്തോളമാണ് ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും സമൂഹ ജീവിതത്തിൽ സ്വാധീനിച്ചത്? സാമൂഹിക സമത്വമുണ്ടായി, സാഹോദര്യവും മനുഷ്യസ്നേഹവും മതസഹിഷ്ണുത, ഹിന്ദു മുസ്ലിം ഐക്യം, ഏകദൈവ വിശ്വാസമുണ്ടായി, പ്രാദേശിക ഭാഷകളുടെ വളർച്ച, സ്ത്രീ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത, അനാചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം. മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനം ചെലുത്തിയിരുന്നു. ജാതി മത പരിഗണനകൾക്ക് അതീതമായി മനുഷ്യസ്നേഹം പ്രചരിപ്പിക്കാൻ ഈ ആശയങ്ങളുടെ വക്താക്കൾ ശ്രദ്ധിച്ചിരുന്നു. സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതങ്ങളെ ചോദ്യം ചെയ്യുന്നതിനും ഇവയിൽ നിന്ന് പുറത്തുകടന്ന് അകമഴിഞ്ഞ സ്നേഹവും ഭക്തിയും കേന്ദ്ര ആശയങ്ങളായി പ്രചരിപ്പിക്കുന്നതിനും ഇവർ ശ്രമിച്ചിരുന്നു. ഇന്ത്യയുടെ സാംസ്കാരിക സാമൂഹിക ഘടനയിൽ അത്രമേൽ ഇഴയെടുപ്പമുണ്ടാക്കാൻ ഭക്തി സൂഫി ചിന്താധാരകൾ വഴിയൊരുക്കി. വിവിധ മതപശ്ചാത്തലം ഉള്ളവർക്കിടയിൽ ഐക്യം, പരസ്പര ധാരണ, സമന്വയം ഇവ വളർത്തി ആത്മീയതയും മാനവികതയും പരിപോഷിപ്പിച്ച് മതപരമായ അതിരുകൾക്കപ്പുറത്ത് മനുഷ്യസ്നേഹം എന്ന മഹത്തായ ആശയം നിലനിർത്താൻ ഭക്തിപ്രസ്ഥാനം ഇന്ത്യക്കാരെ പ്രചോദിപ്പിച്ചു. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ചനീചത്വങ്ങളും സാമൂഹിക അസമത്വങ്ങളും നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിലെത്തിക്കാൻ
ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. വിവിധ ജാതി മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകരമായി. ആധുനിക ഇന്ത്യൻ സമൂഹത്തിന്റെ മുഖമുദ്രകളായ സാമുദായിക സൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടവയാണ്. നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.